വാഹനത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഡേ ബൈ ഡേ അത്രയും വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു 10 വർഷം മുമ്പുള്ള വാഹനത്തിലെ ഫെസിലിറ്റീസ് അല്ല ഇന്നിപ്പോൾ മഹീന്ദ്രയിലും കിയയിലും പോലും അഡാസും മറ്റ് സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷൻ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു വാഹനമുണ്ട്, എനിക്ക് അടുത്ത വാഹനം വാങ്ങാനുള്ള ആഗ്രഹമാണല്ലോ. ചിലപ്പോൾ അത് ഫലം കാണാത്ത പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഒരു വരുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫിനാൻസൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ഫിനാൻസ് ഇന്ന് ഇപ്പോൾ പ്രീ ഓൺഡ് കാറുകൾക്ക് ഫിനാൻസ് എല്ലാ ബാങ്കും കൊടുക്കുന്നുണ്ട്. ഏകദേശം ന്യൂ കാറിൻ്റെ അതേ ലെവലിൽ ഇന്ന് ഇത്, കാരണം ബാങ്കിനെ സംബന്ധിച്ചും ഇതിലൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ കാറ് വിൽക്കുമ്പോൾ 4 പ്രീ ഓൺഡ് വെഹിക്കിളാണ് വേൾഡിലൊരു സ്റ്റാൻഡേർഡ്. ഇന്ത്യ അത് 1:2 ഒക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ മേഖല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ CAGR 21% ഒക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിലോട്ട് വലിയ വലിയ ഭീമന്മാർ കടന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ലോണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അത് സെയിൽ ചെയ്താലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് പുതിയ കാറ് വാങ്ങുമ്പോഴും യൂസ്ഡ് കാറ് വാങ്ങുമ്പോഴും ഉള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കസ്റ്റമർക്കനുസരിച്ചാണ്. ഇപ്പോൾ നല്ല പ്രൊഫൈലുള്ളൊരു കസ്റ്റമറാണ്, നല്ല അദ്ദേഹത്തിന് നല്ല എന്താ ഇതിന് പറയുക, നമ്മുടെ സിബിൽ സ്കോറൊക്കെ ഉണ്ട്. ബാങ്ക് പുതിയ കാറിൻ്റെ പ്രൈസിന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിന് ലോൺ കൊടുക്കും. കസ്റ്റമറെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. അവർ വാഹനത്തിൻ്റെ 110% വരെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ലോഡ് വാങ്ങിയ കസ്റ്റമർ എനിക്കറിയാം. കസ്റ്റമർക്ക് പ്രൊഫൈലുണ്ട്. അപ്പോൾ ഇവർ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഇത്ര ലോൺ വേണം, ബാങ്ക് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ മേഖല അത്രയും സുതാര്യമായതും ഈ പ്രീ ഓൺഡ് മേഖല ഉയർന്നു വരാൻ ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. അത് ഒരു ഗുണമാണ് അല്ലേ? അതെ അതെ. നമുക്കും ഇവരോട് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാണ് അവർ. സിവിൽ നോക്കി തന്നെയാണ് ബാങ്ക് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ സെയിൽ ഉണ്ടല്ലോ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുകയും അത് പിന്നീട് ഇവിടുന്ന് വിൽപ്പനയും നടത്തുന്നല്ലോ. അപ്പൊ അതിനൊരു ടീം ഉണ്ടാവുമല്ലോ, അതിനൊരു ടീം. അത്തരം ടീമുകൾ നമ്മുടെ ഇവിടുത്തെ തന്നെ സ്റ്റാഫാണോ പുറത്തുനിന്നുള്ള ആളുകളാണ്? ഞങ്ങൾക്ക് ഇൻ ഹൗസ് ആണ് എല്ലാവരും. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 250 മെമ്പേഴ്സ് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന വലിയൊരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ ഈ ടീമിനെ വെച്ചിട്ടാണ് സെയിൽ. കസ്റ്റമർ നമ്മളിത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലത്തെ സംവിധാനം ഉണ്ട്. നമ്മൾ വാഹനങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, അതുവഴി ലീഡ്സ് വരും, അത് സംസാരിക്കും, പിന്നെ കസ്റ്റമർ വാക്കിനായിട്ട് വരും. ഇങ്ങനെ നമ്മൾ അവരായിട്ട് സംസാരിച്ച് ഡീലായി പോകും. അതിന് നമ്മൾ ടീമുണ്ട്. അത് ഓരോ ലെയറിൽ വളരെ വൃത്തിയായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളായിരിക്കും ഒരു മീറ്റിംഗ് ഉണ്ടാവുമല്ലോ സ്റ്റാഫുകളൊക്കെ ആയിട്ട്? ഒരു MD എന്ന നിലയിൽ സൂം മീറ്റിംഗ് ആയിരിക്കാം പല സ്ഥലത്തും. അങ്ങനെ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടോ? നമുക്കിപ്പോൾ ടീമിൻ്റെ മീറ്റിംഗ്, ഡെയിലി ടീം മീറ്റിംഗ് ഉണ്ട്. നമുക്കൊരു സിസ്റ്റത്തിലാണ് കമ്പനി വന്നത്. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഞങ്ങളൊരു സിസ്റ്റം, ഒരു കൺസൾട്ടൻറ്റിന് എന്തെങ്കിലും ബോട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം, എന്തെങ്കിലും പ്രയാസം, അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ആ റിപ്പോർട്ട് ഡെയിലി എനിക്ക് കാണാനും പറ്റും. എന്തൊക്കെ പ്രയാസങ്ങളാണ് ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞത്. അപ്പോൾ ആ ലെയറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള റിപ്പോർട്ടിംഗ് വൃത്തിയിൽ മേലേക്ക് വരും. നമ്മൾ ആ റിപ്പോർട്ടിലാണ് വർക്ക് ചെയ്യുക. പിന്നെ മന്ത്ലിയാണ് ടീമായിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണുക. പിന്നെ ക്വാർട്ടർലി ഞങ്ങൾ കോർ ടീമായിട്ടിരിക്കും. പിന്നെ GMമാരായിട്ട് നമ്മൾ ഡെയിലി ഒരു ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ അവരായിട്ടുള്ള കൺവെർസേഷനാണ്. അപ്പോൾ പിന്നെ അതെ. അപ്പോൾ നമ്മൾ മൈക്രോ മാനേജ്മെൻറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ എന്ത് വിഷയങ്ങളുണ്ട് അവരോട് സംസാരിക്കും, അവരത് എക്സിക്യൂട്ട് ചെയ്തു തരിക എന്നല്ലാതെ നമ്മൾ താഴെ പോയിട്ട് ഒരിക്കലും അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആ കൾച്ചറില്ല. ഇപ്പോൾ ഇത്തരം ഒരു ബിസിനസ് കാരണം പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടാകും അല്ലേ? എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങൾ നമ്മൾ വാഹനങ്ങളുടെ ഒരു പ്രിയവും ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്? ഞാൻ ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാവിധ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ചൈന പോലെയുള്ള രാജ്യങ്ങളൊക്കെയാണ് പോയിട്ടുള്ളത്. ഇനിയും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും. സത്യത്തിൽ ഈ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ആയതുകൊണ്ട് കൺട്രോൾ ചെയ്തുള്ള യാത്രകളുള്ളൂ. എന്നാലും യാത്രകൾ ഇഷ്ടം പോലെ ചെയ്യുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ ചിന്തിച്ചാണ് യാത്ര ചെയ്യുക. ഇപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? എൻ്റെ കയ്യിൽ ഡിസ്കവറി 5 എന്ന് പറഞ്ഞ ലാൻഡ് റോവറിൻ്റെ പ്രൊഡക്റ്റാണുള്ളത്. ഓൾ ന്യൂ ഡിസ്കവറി എന്ന് പറയും. നമുക്ക് പറ്റിയ റോഡാണോ ഇപ്പോൾ? റോഡ് ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ വലിയൊരു 2025 ആകുമ്പോഴേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഹൈവേ ഒക്കെ റെഡി ആകുമ്പോൾ എന്തായാലും ഇവിടെ ഈ വാഹന മേഖല ഒന്നും കൂടി
ഇതാവും. ഇന്ന് പലരും യാത്ര ചെയ്യാൻ മടിക്കുന്ന ട്രാഫിക്കും മറ്റ് പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു മോചനം കേരളത്തിന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതേപോലെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ കാരവൻ സംസ്കാരം. ഇപ്പോൾ നമുക്ക് നല്ല റോഡുകളാണെങ്കിൽ ഇപ്പോൾ മൾട്ടി ആക്സിൽ ബസ്സിലൊക്കെ കാരവൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടെ വരും. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും അല്ലെങ്കിൽ മറ്റ് ജില്ലയിലൊക്കെ ഒരുവിധം പണമുള്ളവരുടെ കയ്യിലൊക്കെ ഇത്തരം ഒരു ഓഫീസ് പ്ലസ് ബെഡ്റൂം എല്ലാ ഫെസിലിറ്റി, കാരണം അവരുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ യാത്രയിൽ നടക്കും. പക്ഷെ കേരളത്തിലെ റോഡ് ഇതിന് പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ ഇത് ഉപയോഗിക്കാത്തത്. അപ്പോൾ അങ്ങനൊരു പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഈ വാഹന മേഖലയിൽ വരും. പിന്നെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കുറയും. ഒബിയസ്ലി നല്ല റോഡാകുമ്പോൾ സസ്പെൻഷൻ നമ്മളിപ്പോൾ ഒരു 1 lakh ഓടുന്ന വണ്ടി ചിലപ്പോൾ 3 lakh 4 lakh വരെ കേടില്ലാതെ ഓടാം. പിന്നെ ഫ്യൂവൽ കൺസപ്ഷൻ നമുക്ക് ഫ്യൂവൽ ആവറേജ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളല്ല. അതിലപ്പുറം ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അപകടങ്ങൾ കുറയുന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം മുംബൈ പൂനെ റോഡ് ഡെയിലി അവിടെ ഒരു 3 പേര് വെച്ച് മരിച്ചിരുന്നു പണ്ടത്തെ കാലം. ഞാൻ മുംബൈ ഒരു ചുരമുള്ള റോഡായിരുന്നു. അത് കഴിഞ്ഞ് ഈ ലോനാവാല വഴി പുതിയ എക്സ്പ്രസ് ഹൈവേ വന്നു. അങ്ങനെ പിന്നെ വർഷത്തിലായി ആ മരണം. ദിവസം 3 പേര് 4 പേര് മരിച്ചിരുന്ന ഒരു 200 കിലോമീറ്ററിൻ്റെ അകത്ത് എന്നും അപകടങ്ങളായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ലോറികൾ പോകുന്നു, ലോറിയും കാറും തമ്മിൽ ക്രാഷ് ഉണ്ടാകും. ഈ എക്സ്പ്രസ് ഹൈവേ വന്നതോടുകൂടി ആ അപകടത്തിൻ്റെ നിരക്ക് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വലുതാവേണ്ടത് നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് മാത്രമല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞങ്ങൾക്കിപ്പോൾ ഈ റോഡ് ഒരു 10 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു ഷോറൂമേ മതിയായിരുന്നു. ഈ സ്റ്റോക്കെല്ലാം ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ 1.5 മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തും. കാസർഗോഡ് നിന്നും വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്തും. നമ്മൾ പോയിട്ട് തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കൊച്ചി എന്ന് പറഞ്ഞ് അല്ല, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂടുകയാണ്. അപ്പോൾ റോഡും ട്രെയിനൊക്കെ വന്നാൽ അത് ബിസിനസ്സിന് ഒരുപാട്. ഇപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് ഒരു പാരഗണിൽ ഒരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നിയാൽ ജസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് എത്തുമെങ്കിൽ നമ്മൾ പോകും മേ ബി. അല്ലെങ്കിൽ അവിടെ നല്ലൊരു ടെക്സ്റ്റൈൽസിൻ്റെ ഇവിടുന്ന് യാത്ര ചെയ്യും. അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരാൾ കൊച്ചിയിലോട്ട് യാത്ര ചെയ്യും. ഈ എല്ലാ പോയിന്റിലും വലിയ വലിയ സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം കേരളം അത്രയും ചെറിയ 600 കിലോമീറ്റർ ആകെ ഉള്ളൂ. ഈ വാഹനത്തിൻ്റെ നികുതി പല സർക്കാരുകളിലും നമ്മൾ ബജറ്റിലൊക്കെ നികുതിയുടെ ഒരു ഏറ്റക്കുറച്ചിൽ നമ്മൾ കാണുന്നത്, അതെങ്ങനെയാണ് കണക്കുണ്ട്? അപ്പോൾ ഈ വാഹനത്തിൻ്റെ പർച്ചേസിങ്ങിനെ അത് ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു എക്സ്പാൻഷന് ഉള്ള ഏറ്റവും വലിയ ഒരു തടസ്സം ഇന്ന് നിൽക്കുന്നത് ഈ ഒരു താങ്കളുടെ ചോദ്യം വലിയൊരു അർത്ഥം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ലക്ഷറി ആണെങ്കിൽ ഏറ്റവും വില കൂടിയ ലക്ഷറി കാറ് വാങ്ങിക്കുന്നത് മലയാളികളാണ്. കാരണം ഇവിടെ 20+1 21% റോഡ് ടാക്സും 28% GST ആണ്. ഇത്രയേ പറ്റുക. എല്ലാ സംസ്ഥാനങ്ങളും GST ഉണ്ടെങ്കിൽ കൂടി ഈ 20% അല്ല 21% കൂടി കൂടുമ്പോൾ ആ വാഹനത്തിൻ്റെ എമൗണ്ട് വലിയൊരു എമൗണ്ടിലോട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ മാക്സിമം 20 lakh ഉള്ളൂ. 20 lakhൻ്റെ മേലെ റോഡ് ടാക്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു 10 കോടിയുടെ വാഹനമാണ് പുതിയ എടുക്കുന്നത്, 10 കോടി 20 ലക്ഷമാണ് മഹാരാഷ്ട്രയിലെ റേറ്റ് വരിക. അതേസമയം കേരളത്തിലാണെങ്കിൽ 12 കോടി വരും. ഏകദേശം 1,80,00,000 രൂപ അഡീഷണൽ റോഡ് ടാക്സിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ മാനുഫാക്ചേഴ്സ് ഇപ്പോൾ ഫോർഡ് ഇവിടുന്ന് പിന്മാറാനൊക്കെ ഉള്ളൊരു കാരണം മാനുഫാക്ചേഴ്സാണ് ഏറ്റവും കുറഞ്ഞ, അതായത് ഏറ്റവും ബെസ്റ്റ് സർവീസ്. ഇപ്പോൾ ഒരു മെഴ്സഡസ് ബെൻസിൻ്റെ S-ക്ലാസ് നമുക്ക് ഇത് ഇപ്പോൾ CBU ആണെങ്കിൽ അത് ജർമ്മനിയിൽ നിർമ്മിച്ച് ഇവിടെ കോഴിക്കോടോ കൊച്ചിയിലോ നമുക്ക് ഡെലിവറി തരുമ്പോൾ അതിൻ്റെ ഒരു 50%-ലധികം, ഇപ്പോൾ നമ്മൾ 1.5 കോടിക്കാണ് ഒരു വണ്ടി വാങ്ങുന്നതെങ്കിൽ 75 ലക്ഷം രൂപ ടോട്ടലി ടാക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മളെ നാട്ടിൽ ഇത്രയും വാഹനങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്ര അതായത് ഒരു ദുബൈയിലായിക്കോട്ടെ അല്ലെങ്കിൽ US-ലായിക്കോട്ടെ അവിടെ കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി പൈസ കൊടുത്തിട്ട് ഇത്രയും വാഹനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അതും നമ്മളെ നാടിൻ്റെ ഒരു പ്ലസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്.